ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അച്ചാച്ചൻ നാണ്ടിരുന്നു ചോറ് കഴിക്കുന്നു. അച്ചാച്ചൻ ഉത്രാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ടാണ് ചോറ് കഴിക്കുന്നത്. നിങ്ങൾക്ക് കാണാം അച്ചാച്ചൻ വീണ വീഴ്ചയുടെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന്. അച്ചാച്ചാ, ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ, ഈ നെഞ്ച് ഭാഗം ഒന്ന് കാണിച്ചേ. കണ്ടോ, നെഞ്ച് ചെന്ന് ഇടിച്ച് ഇവിടെ എല്ലാം കൂടെ ഇടിച്ച് പറിച്ച് വെച്ചേക്കുന്നത് കണ്ടോ? വേദനയുണ്ടില്ല? വേദനയുണ്ടോ? ആ കണ്ടോ, തൊലി ഇളക്കുമല്ല, ഇവിടെ ഇടിച്ച് ഉണ്ടോ, അവിടെ ഇടിച്ച് എന്തെങ്കിലും തൊലി ഇളക്കും. വേദന ഇല്ലെന്ന് പറഞ്ഞിട്ട് ഈ പറയോ തൊലി ഇളക്കുവാന്നോന്ന്. അവിടെ പതുക്കെ തൂത്തതേ ഉള്ളു. അതെന്തുവാന്നറിയാവോ? കൊല്ലുവാന്നോന്ന്. അതെന്തുവാന്നറിയാവോ? കൊല്ലുവാന്നോന്ന്. ഇന്ന് രാവിലെ ഉണ്ട്. പിന്നെ ഞാൻ പോയി പിടിച്ച് പിന്നെ വലിച്ച് അവിടുന്ന് കൊണ്ടുവരുവാ ചെയ്തത് കേട്ടോ. ഇന്ന് രാവിലെ ആണെങ്കിൽ ഞാനിതുപോലെ പിന്നെ കൊടുക്കാൻ രാവിലെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തിന്നാൻ മടിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം പനി, എനിക്കും അജുവിനും പനി ആയതുകൊണ്ടും കൂടെ ഞാൻ കഞ്ഞിയാണ് വെച്ചത്. കഞ്ഞി മാങ്ങാച്ചാറുമായിരുന്നേ. അപ്പോൾ അച്ചാച്ചനെ വിളിച്ചു. അച്ചാച്ചനോട് പിന്നെ രാവിലെ ഇൻസുലിൻ എടുക്കാൻ പറഞ്ഞ് ഇന്നലെ പിന്നെ വൈകിട്ടും ഇന്ന് രാവിലെ അച്ചാച്ചൻ ഇൻസുലിൻ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ചോറ് കഴിക്കാൻ കൊടുക്കുന്നത്, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പം ഞാൻ ചോറ് കഴിക്കാനായിട്ട് അച്ചാച്ചനെ കഞ്ഞി കുടിക്കാനായിട്ട് അച്ചാച്ചനെ കഞ്ഞി കുടിക്കാൻ വിളിച്ച് ഞാനപ്പോൾ പെരയ്ക്കോ അങ്ങനെ തൂത്ത് വാരിക്കൊണ്ട് നിൽക്കുമോ. മണി 8:30 കഴിഞ്ഞു. പിന്നെ അപ്പം ഞാൻ തൂത്തുകൊണ്ട് നിന്നിട്ട് അച്ചാച്ചൻ അന്നേരം ഇവിടെ അടുക്കളയിലോട്ട് വന്ന് ഞാൻ പറഞ്ഞു, അച്ചാച്ച പോയി കിടക്കല്ലേ, അവിടെ ഇരിക്കണേന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട്, ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചെല്ലാം ഇട്ടൊക്കെ കൊടുത്ത് ഇച്ചിരി കഴിഞ്ഞ് നോക്കിയപ്പോൾ അടുക്കളയിലല്ല. പിന്നെ എന്നോർത്തെ കിടക്കുന്ന മുറിയിൽ പോയോ, അവിടെ പോയി നോക്കിയപ്പോൾ അവിടെയില്ല. മുറ്റത്തെ ചെരുപ്പ് നോക്കിയപ്പോൾ കാണുന്നില്ല. കക്കൂസി പോയതാണോ അതോ പഴയ പോലെ ഇറങ്ങി ചാടിയതാണോ എന്ന് പറഞ്ഞ് ഞാൻ പുറകെ ഓടിച്ചെന്ന് എനിക്ക് നടക്കാൻ പോലും ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഒരു ചിരട്ടയിലെ ഒട്ടുകറ എടുത്ത് വെച്ചേക്കുന്നു. ഞാൻ താഴോട്ട് നോക്കി, ആ വീണ ഭാഗത്തോട്ട് താഴോട്ട് നോക്കിയപ്പോൾ അവിടെങ്ങും ഇല്ല. പിന്നെ മേപ്പോട്ട് നോക്കിയപ്പോൾ ഉണ്ട് മേളിൽ നിന്ന് ഒരു കവറും ഒക്കെ ആയിട്ട് അവിടെ നിന്നുകൊണ്ട് ഒട്ടുവള്ളി വലിക്കുവോ ചിരട്ടയ്ക്കകത്തേ അത് വലിച്ചു പറിച്ചെടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. വിളിച്ചാൽ കേൾക്കത്തില്ലല്ലോ, ചെവി കേൾക്കാത്തതുകൊണ്ട് കേൾക്കത്തില്ല. ഞാൻ കിടന്ന് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഓടി മേൾവശം ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഗേറ്റ് തുറന്ന് മുമ്പശത്ത് വന്ന് ഗേറ്റ് തുറന്നിട്ട് മുമ്പശത്തൂടെ ഓടി ചെന്ന് കയ്യെ പിടിച്ച് വരാൻ പറഞ്ഞു. അയ്യോ, എന്നെ ഇതുകൊണ്ട് കൊല്ലുന്നേ, എന്നെ പിടിക്കുവാന്നോ എന്നൊക്കെ ചോദിച്ചോണ്ട് അവിടെ കിടന്ന് 3-4 ഞാനും അല്ല ചിങ്ങോട്ട് പിന്നെ വാന്നും പറഞ്ഞ് ഞാനും പിടിച്ച് വാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പിടിച്ചപ്പോഴത്തേന് എന്നെ പിടിക്കുവാന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോന്നും പറഞ്ഞ് അവിടുന്ന് ഞാൻ അച്ചാച്ചനെയും കൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേന് എന്നെ അടിക്കുമെന്നൊക്കെ പറഞ്ഞ് എന്നെ അടിക്കും, ഞാൻ പിടിച്ചുകൊണ്ട് വന്നതിന് പിന്നെ അടിക്കുമെന്നും ഒക്കെ പറഞ്ഞ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഇപ്പോഴും അച്ചാച്ചനൊന്നും മനസ്സിലാവുന്നില്ലയോ, എന്തുമാത്രം പ്രയാസം അത്രയും ദിവസം കൊണ്ട് നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ഓരോന്ന് അജു വഞ്ചിക്കകത്തൊക്കെ പൈസ ഇട്ട് വെച്ചത് വേറെ ഓരോ ആവശ്യത്തിന് ഞാനും പൈസ ഇട്ട് വെച്ച് ഞങ്ങൾക്ക് വേറൊരു ആവശ്യത്തിന് ഞങ്ങൾ എടുത്ത് സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്ന കേട്ടോ. ഏതാവശ്യം വന്നാലും നമ്മൾ എടുക്കേണ്ടുന്ന സമയത്ത് എടുക്കണം. അവനൊരു സാധനം മേടിക്കാനായിട്ട് എല്ലാം ഇതാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കണമെങ്കിലും കൂടെ പൈസ വേണം. അതേക്കുറിച്ച് ഞാൻ നിങ്ങളോട് പിന്നെ പറയാം, അതെന്തുവാ കാര്യമെന്നൊക്കെ, അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം. അപ്പം അതിനെല്ലാം പൈസ വേണം. ആ ഒരു ആവശ്യം അവൻ മനസ്സിൽ കണ്ടുകൊണ്ട് കൂടെയൊക്കെ അവനാണ് ഈ ഓരോന്നിനും ഇറങ്ങിപ്പോകുന്നത്. പപ്പടം വിൽക്കാനും അതിനും ഇതിനും എല്ലാം ഇറങ്ങിപ്പോകുന്ന ആരാണെന്ന് അറിയത്തില്ല. ഫേസ്ബുക്കിനകത്ത് ആരാ ഇട്ടേന്ന് നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഒന്ന് ഇട്ട് തരാൻ ആർക്കാ പറ്റുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലിങ്ക് ഒന്ന് ഇട്ട് ഞങ്ങൾക്ക് ആ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്ന ഒന്ന് കാണണമെന്നുണ്ട്. ഞങ്ങൾ ഇതുവരെയായിട്ടും കണ്ടില്ല. അജു
ഇതുപോലെ പപ്പടം കൊണ്ട് വിൽക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ആരോ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നെന്ന് പറഞ്ഞിട്ട് 2 പേര്, ഞങ്ങൾക്ക് അറിയാത്ത ആരോ 2 പേര് ഞങ്ങളുടെ ഇവിടെ വീട്ടിലെ ഫോൺ നമ്പർ വിളിച്ചു. എവിടെയൊക്കെയോ ഉള്ള ആരോ 2 പേര് ഞങ്ങളെ വിളിച്ചു ഫേസ്ബുക്കിൽ നിന്ന്. നമ്മളോട് ചോദിക്കാതെ ആരാ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. പിന്നെ ഞങ്ങളുടെ നമ്പരും കൂടെ അവർ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടിട്ട് വിളിക്കുമെന്ന് പറഞ്ഞ് 2 ആൾക്കാർ നമ്മുടെ വീട്ടിലോട്ട് കോൾ ചെയ്ത് എനിക്കറിയാത്ത ആൾക്കാരായതുകൊണ്ട് ഞാൻ ആരാ എന്തു ഏതാന്നൊക്കെ ചോദിച്ചിട്ട് ഞാനത് ഫോൺ കട്ടാക്കുകയും ചെയ്തു. പിന്നെ ആ സമയം വിളിച്ചപ്പോൾ എൻ്റെ ചേച്ചിയും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ആണെങ്കിൽ രാവിലെ ഞാൻ അച്ചാച്ചനെയും കൊണ്ട് ആശുപത്രിയിൽ പോകാൻ നേരത്ത് ഒരാൾ വിളിച്ച് ഫേസ്ബുക്കിൽ നിന്ന് കണ്ടിട്ട് വിളിക്കുക. നമ്മളോട് ഈ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന സമയത്ത് നമ്മളോടും കൂടെ പറയണം, നമ്മുടെ നമ്പരൊക്കെ നമ്മളോടും കൂടെ ചോദിച്ചിട്ട് നമ്മളറിയാതെ നമ്മുടെ നമ്പർ നമ്മളോട് പറയാതെ നമ്പരൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരും. നമ്മളെ ഇങ്ങനെ വിളിച്ച് ശല്യമൊക്കെ ചെയ്യുവാണെങ്കിൽ അത് നമുക്കൊരു പ്രയാസമായിട്ട് വരും. ആരാ ആ വീഡിയോ എടുത്തിട്ടതെന്നൊന്നും എനിക്കറിയത്തില്ല, അജുവിനും അറിയത്തില്ല. ഒരാൾ അജു പപ്പടം വിറ്റുകൊണ്ട് നിന്ന സമയത്ത് അജുവിൻ്റെ പിന്നെ വീഡിയോ എടുത്ത ആളോട് ഞങ്ങൾ പറഞ്ഞു ആ വീഡിയോ ഡിലീറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അത് യൂട്യൂബിനകത്ത് ഇട്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞത് അത് ഇടരുത്, ഡിലീറ്റ് ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നും സത്യമായിട്ടുള്ള കാര്യമല്ലാത്തതുകൊണ്ട് അജു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് പപ്പടം വിൽക്കാൻ പോകുന്നത്. അല്ല പപ്പടം ഏതെങ്കിലും കടത്തിണ്ണയ്ക്കൊന്നും കൊണ്ടുവച്ചിട്ട് അജുമോ പോവാറില്ല. അജു ഇങ്ങ് വരും നമ്മുടെ വീട്ടിൽ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വേണം കുഞ്ഞ് രണ്ടാമത് പിന്നെ ഇവിടെ വന്ന് പിന്നെ അവനാണെങ്കിൽ അവൻ്റെ ഡ്രസ്സെല്ലാം മാറി വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവനല്ലാതെ യൂണിഫോമിൽ നിന്നുകൊണ്ട് അവൻ പപ്പടം വിൽക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. പിന്നെ അപ്പം അത് അങ്ങനെ ചെയ്യുന്നത് അത് തെറ്റാ. പിന്നെ അത് മാത്രമല്ല 5ാം ക്ലാസ് മുതൽ അജുമോൻ പിന്നെ സാധനങ്ങൾ വിൽക്കാനും പിന്നെ അങ്ങനത്തെ ഇതിനൊന്നും പോയിട്ടില്ല. 7ാം ക്ലാസ് മുതൽ അജുമോൻ പോയിട്ടുണ്ട്. പിന്നെ പച്ചക്കറി വിൽക്കാനും ഒക്കെ നമ്മുടെ ഇവിടെ ഇരുന്ന് പച്ചക്കറി അല്ലാത്ത പല സാധനങ്ങളും അജുമോൻ കൊണ്ടുവന്ന് വിൽക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ ഈ 5ാം ക്ലാസ് മുതലൊന്നും അജു ഒന്നും വിൽക്കാനൊന്നും എങ്ങും പോയിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഇത് പിന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, ആർക്കെങ്കിലും അത് പിന്നെ നമ്മുടെ നമ്പർ അറിയാവുന്ന ഇതിലാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും കൂടെ ആ ഫേസ്ബുക്കിലെ ആ ലിങ്ക് അത് നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് ഇട്ട് തരണം. അതിനകത്ത് ഞങ്ങളുടെ നമ്പരൊക്കെ ഇട്ടിട്ടുണ്ടെന്നൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മുടെ നമ്പറിലോട്ട് മനുഷ്യർ വിളിക്കാൻ കാരണം. ഇപ്പോൾ 2 പേര് ഞങ്ങളെ വിളിച്ചു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അച്ചാച്ചൻ്റെ ചെവി ഞാനിപ്പം ഒരു ചെറിയ ഒരു രീതിയിലൊരു പഴുപ്പ് രേഖ ചെറുതായിട്ടുണ്ട്. ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ ഓയിൻമെൻറ്റൊക്കെ പുരട്ടി കൊടുത്തു. പിന്നെ അച്ചാച്ചൻ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ ചോറൊന്നും അങ്ങനെ തീറ്റിയില്ലായിരുന്നു. പിന്നെ കഞ്ഞിയായിട്ട് വെക്കും. പിന്നെ ആണെങ്കിൽ ഇവർക്ക് പട്ടിക്കൊക്കെ നമ്മൾ ചോറുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാനും അജുവും അച്ചാച്ചനും എല്ലാം അച്ചാച്ചൻ പിന്നെ രാവിലെ ഒരു നേരം കഞ്ഞിയൊക്കെ കുടിക്കും, അല്ലാതെ വൈകിട്ട് അച്ചാച്ചൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ മുറിവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ചോറും കറിയും പിന്നെ ഇതുപോലെ മെഴുക്കുവരട്ടിയും എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത്. ഇന്ന് പപ്പടം ഉണ്ട്, കോവയ്ക്കായും പയറും കൂടെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി, ഒരു സാമ്പാർ ഉണ്ടാക്കി, ഒരു മീൻകറി ഉണ്ടാക്കി, ഒരു മീൻ വറുത്തതും ഉണ്ടാക്കി. എന്ന് എൻ്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയതല്ല. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പിന്നെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് അജുമോന് തീരെ വയ്യ, അപ്പുറത്ത് കിടന്ന് ഏതാണ്ട് കാണുമോ, മൊബൈൽ ഫോണിൽ കൂടെ കാണുമോ കേൾക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ചേച്ചിയും മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അച്ചാച്ചനൊരു കൈലി കൊണ്ടുവന്നു. പിന്നെ സാധാരണ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ എനിക്ക് മാക്സി കൊണ്ടുവരും. പക്ഷേ ഇന്ന് ദിവ്യച്ചി മാക്സി അല്ല കൊണ്ടുവന്നത്, ഞാൻ കാണിക്കാം. അവൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് മേടിച്ചുകൊണ്ട് വന്നു. എൻ്റെ ചേച്ചിക്ക് ഞങ്ങൾ പണ്ട് മുതലേ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ എന്തുവാ ഇല്ലാത്തതെന്ന് ചോദിക്കുമെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഗൾഫിലൊക്കെ പോയ സമയത്ത് അവൾ കൊണ്ടുവന്നേക്കുന്ന ഒരു തീപ്പെട്ടിയുടെ പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു സോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, കുളിക്കാനുള്ള സോപ്പ്, പിന്നെ ഓയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ കടുക് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ കടുക് തീരാറായി, കുറച്ചേ ഉള്ളായിരുന്നു. ഞാൻ അജുമോനോട് കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞതേ ഉള്ളേ കടുക് മേടിക്കുന്ന കാര്യം. വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ പഞ്ചസാര കൊണ്ടുവന്നിട്ടുണ്ട്, സോപ്പ് പൊടി കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഉപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് അരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം ചേച്ചി
ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇതെല്ലാം മേടിച്ചുകൊണ്ട് അവരിങ്ങോട്ട് വന്നത്. പിന്നെ വേറെ എന്തെങ്കിലും വേണോയെന്ന് ചോദിച്ചു. അജിമോന് ഇച്ചിരി പൈസ, അജിമോൻ്റെ കൈ അവന് വിഷമമായിരിക്കും, പൈസ എല്ലാം തീർന്നതെന്ന് പറഞ്ഞിട്ട് അവന് കുറച്ച് പൈസ കൊടുത്ത്. ഞാൻ പറഞ്ഞു ചേച്ചിക്ക് ചെറിയൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ചേച്ചി ഇനി 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ, 2-3 ദിവസം വീട്ടിൽ കാണും, ആ 3 ദിവസം അച്ചാച്ചൻ്റെ കൂടെ നിൽക്കാമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. അജിമോനെ നിൻ്റെ ഫോൺ അങ്ങ് നിർത്തി വെക്കണം, ഞാൻ നിൻ്റെ അടുത്തോട്ട് വരുവാന്നേ. താണ്ട കിടക്കുന്ന അത് നിർത്തി വെക്കാം, അത് ഇത് കോപ്പി റൈറ്റിങ് വരും. താണ്ട കിടക്കുന്നു പനിക്കുടുക്ക ഇവിടെ കിടന്ന് ഉരുളുവോ. ഞാൻ എല്ലാ ബ്ലാങ്കറ്റും എല്ലാം നല്ലതായിട്ട് മടക്കി വെച്ച് 2 നന്ദെടുത്ത് ചുരുട്ടി കൂട്ടിയിട്ടേക്കുന്നു. പിന്നെ ദീവാമ്മ വന്നു. അജ്മോന് ഇച്ചിരി പൈസ കൊടുത്തു, അച്ചാച്ചൻ്റെ കയ്യിൽ ഒരു ഇച്ചിരി പൈസ കൊടുത്തു. പിന്നെ അടുത്ത ദിവസം നാളെ ഞങ്ങൾക്ക് പോകണം. നാളെ ഞങ്ങൾക്ക് ഇനിയും പോകണം, ആശുപത്രിയിൽ പോകണം, രാജീവ് ഡോക്ടറിനെ കാണാൻ. 2 ദിവസം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ചെല്ലാനാണ്, നാളെ വെള്ളിയാഴ്ച ആണല്ലോ, നാളെ ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നാളെ ഇനിയും പോകണം. എനിക്കും പനിയാണ്, എൻ്റെ ശബ്ദത്തിനെല്ലാം മാറ്റമുണ്ട്, ഇനിയെല്ലാം പതുക്കെ മാറി വരണം. സങ്കടക്കൂടുതൽ കൊണ്ടുള്ള പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അജിമോനും അല്ലെങ്കിൽ ഇപ്പം എല്ലായിടത്തും പനിയാന്ന് പറയുന്നു. അവനും പെട്ടെന്ന് വിഷമം വന്നു കഴിയുമ്പോഴത്തേന് വരും. പിന്നെ അജിമോന് ഇഷ്ടമുള്ളൊരു സാധനം കൊണ്ട് കൊടുത്തിട്ടുണ്ട്, മാഗി കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു ചേച്ചി. അത് അവനെ ഒരു ശകലം എടുത്ത് തിന്നിട്ട് അതങ്ങ് മാറ്റി വെച്ചു. എല്ലാം പിന്നെ അവനൊരു ഒരു ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് കൊടുത്തു, അതൊക്കെ കൊടുത്തു. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ എനിക്കാവുന്ന പോലെ ഇവിടെ എത്ര തൂത്താലും വാരിയാലും എല്ലാം നമ്മുടെ വീട് ഓടിൻ്റെ ആയതുകൊണ്ട് പൊടിയായിട്ട് മേളിൽ നിന്ന് എപ്പോഴും വീണുകൊണ്ടിരിക്കും കേട്ടോ. രാവിലത്തെ ഒരു തൂപ്പും വാരും എല്ലാം കഴിഞ്ഞതാ. കൊള്ളത്തില്ല, അത് പന്നല കൊള്ളത്തില്ലെന്ന്. അപ്പം താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.